മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ ഈ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് കണ്ണൻ്റെയാന്ന് പറഞ്ഞ ആ ഒരു ദേഷ്യത്തിൽ കരുണയുടെ വീട്ടിലേക്ക് വരുമ്പം അവിടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പായസമൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ്. ആ സമയം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കണ്ടില്ലേടാ ഈ സാരിയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്, കണ്ണം വാങ്ങി തന്നതാന്ന് പറയുമ്പം പ്രതാപനും പറയുന്നുണ്ട്, എൻ്റെ ഈ ഡ്രസ്സും കണ്ണം വാങ്ങി തന്നതല്ലേ, ഇത് കാണാനും എന്ത് ഭംഗിയാണ്, എന്തായാലും മോളുടെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കരുണയെ കണ്ടതും ഈ പ്രതാപനക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കരുണയുടെ വരവത്ര പന്തിയല്ലല്ലോ എന്ന്. എന്താ മോളെ ഉണ്ണിനെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് വന്നേന്ന് വയ്ക്കുമ്പം എനിക്ക് അവിടെ നിന്നിട്ട് ഭ്രാന്ത് പിടിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്താ കാര്യം എന്താണെങ്കിലും പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ എന്ന് വയ്ക്കുമ്പം അത് വേറെ ഒന്നുമല്ല, ആ ലക്ഷ്മിയും കണ്ണനും കൂടെ വീട്ടിലേക്ക് വന്നായിരുന്നു. അതെന്തിനാന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്, എൻ്റെ ഇന്നത്തെ എല്ലാ സന്തോഷവും പോയി, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആരാ മോളെ, അനന്തുവോ മാർക്കോയോ അതോ സാഗറാണോ എന്ന് ചോദിക്കുമ്പം അവരാരുമല്ല, അവളുടെ കഴുത്തിൽ താലി കെട്ടിയ അയാളില്ലേ കമലേശ്വരത്തെ കണ്ണൻ, അയാൾ തന്നെ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ പ്രതാപനും മുത്തശ്ശിക്കും വിശ്വസിക്കാൻ പറ്റണില്ല. അവന് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നും പറഞ്ഞല്ലേ ലക്ഷ്മിനെ അവന് വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പം ഇപ്പം നടക്കൂലാത്ത ആൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സൗകര്യമുണ്ട് മുത്തശ്ശി, അങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായെന്ന്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, വെറുതെ അല്ല ഇവിടെ ഒരുത്തിക്ക് നമ്മൾ മഹാലക്ഷ്മിനെ എന്ത് പറഞ്ഞാലും ഒരു വിഷമവും ഇല്ലാണ്ട് നിന്നത്, സത്യങ്ങൾ അധികം വൈകാതെ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ എന്ന് അവൾ പറഞ്ഞത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. സമയത്ത് കരുണ വന്നിട്ട് ഈ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, അപ്പം അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയായിരുന്നു അല്ലേ, എന്നിട്ട് മനഃപൂർവ്വം ഞങ്ങളെ കളിയാക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അതിന് ഞാൻ നിങ്ങളെ കളിയാക്കിയൊന്നുമില്ലല്ലോ, നിങ്ങളല്ലേ എപ്പോഴും ലക്ഷ്മി മോളെയും കുഞ്ഞിനെയും കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടന്നത്, അത് മാത്രമല്ല ഒരിക്കൽ ഞാൻ ഉണ്ടാക്കി വെച്ച പലഹാരത്തിൽ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടി വിഷം ചേർത്തു, അന്ന് ഞാൻ ആ പലഹാരം കൊണ്ടുപോയി കൊടുത്തില്ല, പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച പലഹാരത്തിലും നിൻ്റെ അച്ഛൻ വിഷം ചേർത്തു, അന്നും ലക്ഷ്മി മോൾക്കൊന്നും സംഭവിച്ചില്ല, നീയാണെങ്കിൽ എൻ്റെ മോള് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് കരയുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുമല്ലായിരുന്നോടി, പിന്നെ നിന്നോടൊക്കെ ഞാൻ പറയണോ അത് കണ്ണൻ്റെ കുഞ്ഞാണെന്ന്. കണ്ണൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും ചേർന്ന് ആ കുഞ്ഞിനെയും എൻ്റെ മോളെയും കണ്ണനെയും കൊല്ലുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് മിണ്ടാതെ നിന്നേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. വാമദേവനെ കണ്ടതും എന്താണ് ഉണ്ണി എന്തൊക്കെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ അമ്മാവ കാര്യങ്ങളെല്ലാം അയാൾ അവരെ വീണ്ടും ആ അനന്തവേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും കൊണ്ടുമല്ല, അമ്മ അവരുടെ കുഞ്ഞിനെ കളയുമെന്ന് അയാൾക്കറിയാം, അതിനു മുമ്പ് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ അമ്മ കളഞ്ഞതല്ലേ, ആ രീതിയിൽ തന്നെ ഇവരുടെ കുഞ്ഞിനെയും കളയുമല്ലോ എന്നുള്ള പേടി കൊണ്ടാണ് അയാൾ അവരെ അങ്ങോട്ട് കൊണ്ടു വിട്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, അവിടെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണണം അമ്മാവ, ഇങ്ങനെ അവരെ വിട്ടാൽ ശരിയാവില്ല, അയാളിപ്പോൾ പന പോലെ വളർന്നേക്കാം, ഇനിയിപ്പോൾ അയാളുടെ സ്വത്തുക്കൾ ഒന്നും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല, അതിനൊക്കെ ഒരവകാശി വരാൻ പോവുക, ഒരിക്കലും ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ പാടില്ല, എൻ്റെയും കരുണയുടെയും കുഞ്ഞായിരിക്കണം കമലേശ്വരത്തെ കുഞ്ഞായിട്ട് ജനിക്കേണ്ടത്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാ, കണ്ണനൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനായിരിക്കും, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കുമ്പോൾ ഈ ഉണ്ണി പറയുന്നുണ്ട്, അത് നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല അമ്മാവ, ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് ബുദ്ധി ഉപയോഗിച്ചാൽ. എന്തായാലും അയാൾക്ക് എന്നോടിപ്പോൾ ഭയങ്കര ദേഷ്യം, അതുകൊണ്ട് ഞാനിനി അയാളുടെ അടുത്തേക്ക് ഒന്നും പറഞ്ഞു പോകില്ല, അമ്മാവൻ ഈ സത്യങ്ങൾ അറിഞ്ഞ കാര്യമൊന്നും അയാൾക്ക് അറിയില്ലല്ലോ, എന്തായാലും അമ്മാവൻ അയാളോട് ഇച്ചിരി സ്നേഹത്തിൽ നിന്ന് സംസാരിക്കുക, അങ്ങനെ അയാളെ അമ്മാവൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അയാളെയും അവരെയൊക്കെ കൊന്നു കളയാം. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാ, എന്തായാലും ഞാനിനി അവൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം, അവൻ എന്നെ ഇത്രയധികം സഹായിച്ചതല്ലേ എന്നുള്ളൊരു ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കണം, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഞാൻ പലതും പറഞ്ഞു എന്നിരിക്കും, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മാവ, എങ്ങനെയെങ്കിലും അമ്മാവൻ അയാളുടെ വിശ്വാസം പിടിച്ചു പറ്റണം, പിന്നെ നമ്മളുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അത് എളുപ്പമായിരിക്കും. അങ്ങനെ വാമദേവൻ ഞാൻ ഇന്ന് തന്നെ പോയി കണ്ണനെ കാണാമെന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനിങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് വാമദേവൻ റൂമിലോട്ട് വരുന്നുണ്ട്. റൂമിൽ മുട്ടണ ഒച്ച കേട്ടതും കണ്ണൻ ഇത് ആരായിരിക്കും ഇപ്പോൾ വന്നേന്ന് ഓർത്ത് വേഗം തന്നെ വീൽ ചെയറിൽ ഇരുന്നിട്ട് വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കണ്ണ റൂം അടച്ചിട്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് അമ്മാവ, ഇനിയിപ്പോൾ റൂം തുറന്നിട്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ, ചുറ്റിനും കണ്ണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും നീ അത് മറച്ചു വെച്ചത് മോശമായി പോയി, എല്ലാവരോടും നിനക്ക് ആ സത്യങ്ങൾ പറയായിരുന്നല്ലോ, അത് പറയാതിരുന്നതുകൊണ്ടല്ലേ മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് പലരെയും ആളുകൾ ചിത്രീകരിച്ചതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ പറയാനാ അമ്മാവ,
എൻ്റെ കുഞ്ഞാന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ടാനമ്മ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മഹിയെ അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചത്. അത് മാത്രമല്ല, മഹിയെ ഈ അവസ്ഥയിൽ നോക്കാൻ പറ്റിയ ഒരേ ഒരാൾ ലേഖ മാത്രം. വേറെ ആർക്കും ലേഖ നോക്കണേ അത്ര മഹിയെ നോക്കാൻ പറ്റില്ല. ആ സമയത്ത് ഈ കണ്ണൻ്റെ സംസാരം കേട്ടിട്ട് നമ്മുടെ വാമദേവനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും വാമദേവൻ അതൊന്നും പുറത്ത് കാണിക്കണില്ല. മനസ്സിൽ പറയുന്നുണ്ട്, നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാലും അവളെ കുഞ്ഞിനെ ഞങ്ങൾ ഇല്ലാതാക്കൂടാന്ന്. എന്നിട്ട് കണ്ണനോട് പറയുന്നത്, അത് നിന്നെ തെറ്റ് പറയാൻ പറ്റില്ലടാ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നീ പേടിച്ചിട്ടായിരിക്കും മഹാലക്ഷ്മിയെ അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത്. നീ ചെയ്തത് നിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിയായ കാര്യമാണ്. എന്നാലും ഇനിയും നീ അവളെ അവിടെ താമസിപ്പിക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ അമ്മാവ, എൻ്റെ ഭാര്യയും കുഞ്ഞും ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഇവിടെ നിർത്തിയാൽ പറ്റൂല. എപ്പോൾ വേണമെങ്കിലും എൻ്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും മരണം സംഭവിക്കാം. മഹിയുടെ പ്രസവം കഴിയുന്നവരെ മഹി അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അന്നേരവും ഇവിടെ ഉള്ളവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, മറ്റുള്ളവരെല്ലാവരെയും ഞാനിവിടുന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്നു. അത് കേട്ടതും വാമദേവനാണിങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവിടുന്ന് മറ്റുള്ളവരെ ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ നിന്നെയും നിൻ്റെ ഭാര്യനെയും ഞങ്ങൾ പട്ടടയിൽ വയ്ക്കൂടാന്ന്. ഇതേ സമയം കണ്ണനക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ വാമദേവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കാൻ വന്നേക്കണെയാണ്. അങ്ങനെ കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അമ്മാവൻ്റെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. ഈ അഭിനയം കൊണ്ട് അമ്മാവൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അമ്മാവനെയൊക്കെ ഞാൻ വിശ്വസിച്ചേനെ. ഇപ്പം എനിക്കറിയാം നിങ്ങളൊക്കെ ആരാന്ന്. എന്തായാലും എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതിനുവേണ്ടി പെങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്നും എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് വാമദേവൻ ദുർഗയുടെ അടുത്തേക്ക് വരുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, അവൻ എന്താ പറഞ്ഞ വാമേട്ടാന്ന് ചോദിക്കുമ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല ദുർഗ കാര്യങ്ങൾ. അവൻ ഒരുപാട് ബുദ്ധിപൂർവ്വമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തണം. അതുകൊണ്ട് നമ്മളും ഇനി അവൻ്റെ അടുത്ത് ബുദ്ധിപൂർവ്വം തന്നെ നിൽക്കണം. ശക്തി കൊണ്ടൊന്നും അവരുടെ അടുത്ത് ഒരു രക്ഷയില്ല. കാരണം വേറെ ഒന്നുമല്ല, ആ മാർക്കോയുടെ കയ്യിൽ ചെന്ന് പെട്ടാൽ അവൻ നമ്മളെ വാക്കി വെച്ചേക്കൂല. അതുകൊണ്ട് ഇനി ബുദ്ധിപൂർവ്വം കളിക്കണം. അന്ന് തന്നെ ഈ വിശ്വനാഥൻ്റെ ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പൂജാരി വന്നപ്പം കറക്റ്റ് സമയത്തിന് മാർക്കോ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ഇവൻ തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഇവൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഇവൻ ആഗ്രഹിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ കണ്ണനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും വിശ്വനാഥൻ്റെ ആത്മാവ് അതിനെ അനുവദിക്കില്ല. അയാളുടെ ആത്മാവ് അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് നേരം ഈ ദുർഗ പറയുന്നുണ്ട്, കണ്ണൻ മാത്രമല്ലല്ലോ വിശ്വേട്ടൻ്റെ മക്കളായിട്ടുള്ളത്, ഉണ്ണിയും വിശ്വേട്ടൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുമ്പം അതിന് കണ്ണൻ ആരെയും കൊല്ലാനൊന്നും നോക്കണില്ലല്ലോ, ഉണ്ണിയും നമ്മളും അല്ലേ കണ്ണനെ കൊല്ലാൻ നോക്കണേ. അപ്പോൾ പിന്നെ വിശ്വനാഥൻ്റെ ആത്മാവ് കണ്ണന് സപ്പോർട്ടായിട്ടല്ലേ ദുർഗയെ നിൽക്കുള്ളൂ. ആ സമയം ദുർഗ പറയുന്നുണ്ട്, അത് വാമേട്ടൻ പറഞ്ഞത് നേരെ. എന്തായാലും ഇവനെയും ഇവളെയും ഇങ്ങനെ വിടാൻ പറ്റില്ല വാമേട്ട. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ കിട്ടണം. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, തൽക്കാലം നമ്മൾ കുറച്ച് ദിവസം ക്ഷമയോടുകൂടി നിൽക്കണം. എന്തായാലും അവൻ പലതും കണക്ക് കൂട്ടി തന്നെയാണ് നിൽക്കണേ. ഇനിയും അവനക്കോ മഹാലക്ഷ്മിക്കോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ നിമിഷം നിങ്ങൾ 3 പേരും ഈ വീടിന് വെളിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പോകാനായിട്ടൊരിടം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിനി ബുദ്ധിപരമായി മുന്നോട്ട് നീങ്ങണം. ആ സമയം ദുർഗ പറയുന്നുണ്ട്, എന്നാലും എനിക്കും എൻ്റെ മക്കൾക്കും ഈ ഒരു വിധി വന്നല്ലോ ഭഗവാനെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും ലേഖേനെയാണ്. ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന നേരത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, മതി ലേഖയെ, എത്ര നേരമായി ഇങ്ങനെ ഓരോന്നായിട്ട് എന്നെ കൊണ്ട് കഴിപ്പിക്കണോ, എനിക്കിനി വേണ്ട ഒന്നെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മഹി എല്ലാ ഭക്ഷണവും കഴിക്കണം എന്നാലേ ശരിയാവുള്ളൂ പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ ഓരോന്നും കഴിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, നീ ആ വാമനെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് അയാൾ എന്താ പറയണതെന്ന് അറിയാലോ എന്ന്. അങ്ങനെ പ്രതാപൻ ഫോണെടുത്ത് വാമദേവനെ വിളിക്കുന്നുണ്ട്. വാമദേവനാണ് ഈ ഫോൺ എടുത്തിട്ട് എന്താ പ്രതാപമെന്ന് ചോദിക്കുമ്പോൾ വാമേട്ടൻ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നു. പിന്നെ അറിയാതെ ഉണ്ണി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ, ഇതിനു മുമ്പും പല പ്രാവശ്യം നമുക്ക് ഇതുപോലെ ചതി പറ്റിയിട്ടില്ലേ? അന്ന് എത്ര പ്രാവശ്യം മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ് നമ്മൾ പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചൊക്കെ അവളുടെ മരണം ആഘോഷിച്ചില്ലേ? ആഘോഷമൊക്കെ കഴിയുമ്പോഴേക്കും അവൾ തിരിച്ചു വരാറുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ ഇതും ഇപ്പോൾ കണ്ണൻ്റെ കുഞ്ഞല്ല, അതുകൊണ്ട് കണ്ണൻ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും സന്തോഷിച്ചു. സത്യത്തിൽ എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുമായിരുന്നു. കണ്ണനും മഹാലക്ഷ്മിയും മാത്രമല്ല, ആനന്ദും ലേഖയും മാർക്കോയും അതുപോലെ മഞ്ജുവും സാഗർ എല്ലാവരും അവർക്കൊപ്പം തന്നെ നിന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും മാമേട്ട? കർണമോളാണെങ്കിൽ ആകെ സങ്കടത്തിലാണെന്ന് പറയുമ്പം തൽക്കാലം നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കണേ നല്ലത്. ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും എതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കോ നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. ഇപ്പോൾ നമ്മൾ ശക്തിയല്ല ഉപയോഗിക്കേണ്ടത്, ബുദ്ധിയാണ്. എന്തായാലും കുറച്ച് ദിവസം നമുക്ക് ക്ഷമയോടുകൂടി നിൽക്കാം.
നമ്മളോട് ഇത്ര വലിയ ചതി ചെയ്ത കണ്ണനെയും മഹാലക്ഷ്മിനെയും വെറുതെ വിടാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല മാമേട്ട, അവരെ നമ്മൾ വെറുതെ വിടില്ല, അവരെ ജീവനോടുകൂടി തന്നെ ദഹിപ്പിക്കണം, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന്. ആ സമയത്ത് ഈ കരുണയും പ്രതാപൻ്റെ അമ്മയും അത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കര വിഷമത്തോടുകൂടി നിന്ന് എൻ്റെ മോൾക്കും അവളുടെ കുഞ്ഞിനും എൻ്റെ മരുമോനും ഒന്നും വരുത്തല്ലേ ഭഗവാനെ എന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പ്രതാപനോ വാമദേവനോ ഉണ്ണിക്കോ ആർക്കും കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആ ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിക്കുക തന്നെ ചെയ്യും. ആ ഒരു ദിവ്യയായ അമ്മ കണ്ണന് അത് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.